യാത്രയും ഓരോ രീതിയാണ്. അത് തരുന്ന അനുഭവങ്ങളും വെവ്വേറെയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും കണ്ടും കേട്ടും കൊണ്ടുള്ള ഒരു യാത്ര, ജീവിതങ്ങളുടെ പ്രതിധ്വനികൾ കേട്ടുകൊണ്ടുള്ള ഒരു യാത്ര, കടന്നുപോയവരുടെ കാൽപ്പാടുകൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. അവധി ദിവസങ്ങളിലും സന്ധ്യാസമയങ്ങളിലും ഒക്കെ ആയിട്ട് കടമക്കുടിയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ സ്ഥലം ഷാപ്പിലെ രുചി ആസ്വദിക്കാനും സൊറ പറഞ്ഞിരിക്കാനും ചിത്രങ്ങൾ പകർത്താനും ബോട്ട് യാത്ര നടത്താനും ഉള്ള ഒരു ഇടം മാത്രമാണ്. എന്നാൽ എനിക്കത് വെറും ഒരിടമല്ല. ഇടം മാത്രമല്ല, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും തന്നെ എൻ്റെ മനസ്സിൽ വേരുറപ്പിക്കാറുണ്ട്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്കൊരു നാടിനെ സ്വന്തമാക്കാനായിട്ട് കഴിയും. കടമക്കുടിയിലേക്ക് കാൽ വെച്ചപ്പോൾ കണ്ടത് ഒരു കൂട്ടം ചേച്ചിമാർ തൊഴിലുറപ്പിന് ശേഷം വിശ്രമിക്കുന്നതാണ്. ഞാനും കൂടി അവരോടൊപ്പം. അവർക്ക് യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവായതിനാൽ നടന്നാണ് ജോലിക്കായിട്ട് വന്നിരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ വിയർക്കുന്നത് കണ്ട് അവരെനിക്ക് തൊപ്പി തന്ന് സഹായിച്ചു. സുശീലാമ്മ ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ആ നാട്ടിലേക്ക് മാത്രമായിരുന്നില്ല, അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്കായിരുന്നു. ബണ്ട് കെട്ടുന്ന ജോലിയാണ് ഇപ്പോഴവർക്ക്. കെട്ടിലെ ചെളി കോരി പുറത്തേക്കിടും. ബണ്ടിൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും കയ്യിലും കാലിലും നഖത്തിൻ്റെ ഇടയിലും ഒക്കെ ചേറാണ്. ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് കഥകൾ പറഞ്ഞ് വളരെ ആസ്വദിച്ചാണ് പണിയെടുക്കാറുള്ളത്. ഞങ്ങളും ഒപ്പം കൂടി. ചെളിയിലൂടെ നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടത്തിലാകെ കുളവാഴകൾ പൂത്തുലഞ്ഞു നിന്നിരുന്നു. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? പക്ഷേ കാണാൻ ഭംഗിയേറെ ഉണ്ടെങ്കിലും ജലത്തിന് ദോഷമാണിവ. ഷാപ്പുകളിലൊന്നും നാട്ടുകാർ സജീവമായി കണ്ടില്ല. ടൂറിസ്റ്റുകൾ മാത്രമാണ് അവിടെ എത്തിയിരുന്നത്. എനിക്ക് ഒരു സാധാ വഞ്ചിയിൽ കയറി വഞ്ചിക്കാരനോട് നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും ജൈവ മത്സ്യസമ്പത്തിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. ഒരു ഷാപ്പിൽ നിന്നാണ് ഗോപിയേട്ടനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. ഗോപിയേട്ടൻ മത്സ്യബന്ധനത്തിന് ശേഷം ഇടയ്ക്ക് തൻ്റെ വഞ്ചിയുമായി ആ വഴി പോകാറുണ്ടത്രേ. ആരെങ്കിലും തോണിയിൽ കയറാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം കയറ്റും. അങ്ങനെ ഒരുപാട് നേരം ഗോപിയേട്ടനെ കാത്തു. വഴിയിൽ കണ്ടവരോടൊക്കെ ഞാൻ ഗോപിയേട്ടൻ്റെ ഫോൺ നമ്പർ അന്വേഷിച്ചു. ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. കടന്നുപോയ വള്ളക്കാരോടൊക്കെ ഞാൻ ഉറക്കെ ഗോപിയേട്ടനാണോ എന്ന് വിളിച്ചു കൂവി. ഒരു 5 മണി ആയപ്പോഴത്തേക്ക് വള്ളവുമായിട്ട് വള്ളത്തിൻ്റെ ഏറ്റവും തുഞ്ചത്തായി കുത്തിയിരുന്ന് തുഴഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നത് കണ്ടു. കണ്ട മാത്രയിൽ തന്നെ അത് ഗോപിയേട്ടനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഗോപിയേട്ടോയ് ഞാൻ ഉറക്കെ കൂവി. ഗോപിയേട്ടൻ വിളി കേട്ട് വഞ്ചി അടുപ്പിച്ചു. ഞങ്ങൾ 3 പേരും വഞ്ചിയിൽ കയറി. ഗോപിയേട്ടൻ അതിമനോഹരമായിട്ട് പാട്ട് പാടാനായിട്ട് തുടങ്ങി. ഓറഞ്ച് നിറത്തിലെ ആകാശത്തിന് ഗോപിയേട്ടൻ്റെ ഗാനം കൂടുതൽ നിറമേകി. ഞങ്ങളും ഒപ്പം പാടി. പോകാൻ നേരം ഗോപിയേട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അടുത്ത ദിവസം ഞങ്ങൾ ഗോപിയേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ അടുത്ത വീട്ടിലെ കുട്ടികൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതും മണ്ണപ്പം ചുടുന്നതും കണ്ടു. ആ കാഴ്ചകൾ എന്നെ എൻ്റെ ബാല്യത്തിലേക്ക് കൊണ്ടുപോയി. അവരുടെ ഫോട്ടോ പകർത്താനായിട്ട് അവർ വിസമ്മതിച്ചു. കാരണം എന്താണെന്നറിയോ? സ്കൂളിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് 3 ആളും. ഞങ്ങൾ അവരുടെ ടീച്ചറിനെ കാണിക്കുമത്രേ. നിഷ്കളങ്കമായ കാരണങ്ങളല്ലേ?